79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിച്ച മോദി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകി. രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടയിലെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. GSTയിൽ അടുത്ത തലമുറ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നും ഇത് നികുതി ഭാരം കുറയ്ക്കുമെന്നും ചെറുകിട വ്യവസായങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്നും മോദി പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. ഈ പദ്ധതി അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് സർക്കാരിൽ നിന്ന് 15,000 രൂപ ലഭിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. ഈ പദ്ധതിയിലൂടെ ഏകദേശം 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കന്നുകാലി വളർത്തുന്നവർ തുടങ്ങിയവരുടെ താൽപ്പര്യങ്ങൾക്കെതിരായ യാതൊരു നയത്തിനു മുമ്പിലും മോദി ഒരു മതിൽ പോലെ നിൽക്കുമെന്നും ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും മോദി പറഞ്ഞു. ഉൽപാദന ചെലവ് കുറയ്ക്കണം. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഗോള വിപണികളിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണിത്. കുറഞ്ഞ വില, ഉയർന്ന നിലവാരം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും നമ്മുടെ ലക്ഷ്യം കാണാൻ നമുക്ക് മുമ്പോട്ട് പോകേണ്ട സമയമാണിതെന്നും മോദി കൂട്ടിച്ചേർത്തു. മറ്റുള്ളവരെ ഇകഴ്ത്തി കാണുന്നതിൽ ഊർജം പാഴാക്കരുതെന്നും നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധയെന്നും മോദി ഓർമ്മപ്പെടുത്തി. പാൽ, പഴവർഗ്ഗങ്ങൾ, ചണം തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. മത്സ്യം, അരി, ഗോതമ്പ്, പച്ചക്കറികൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. 4 ലക്ഷം കോടി രൂപയുടെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി നടന്നിട്ടുണ്ടെന്നും അവരെ പിന്തുണയ്ക്കാൻ നിരവധി പദ്ധതികളുണ്ടെന്നും മോദി പറഞ്ഞു. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ് US-ന്റെ തീരുവ ഭീഷണിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്നും മോദി പറഞ്ഞു. ഇത് വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. നമുക്ക് സ്വന്തമായി ഒരു AI ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSനെ പുകഴ്ത്തിയും മോദി സംസാരിച്ചു. RSSന്റെ 100 വർഷത്തെ രാഷ്ട്ര സേവനം സമാനതകളില്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇത്തവണ നടത്തിയത്. 103 മിനിറ്റാണ് മോദി പ്രസംഗിച്ചത്.